ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനസ്മോനു വ്ലോഗ്. ആർത്തവ സമയത്തുണ്ടാകുന്ന വേദനകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണാതെ പോകരുതേ. ഉലുവ വെച്ചിട്ട് നമ്മുടെ വേദനകളൊക്കെ എങ്ങനെ പരിഹരിക്കാം എന്ന് നോക്കാം. ആർത്തവ സമയത്തുണ്ടാകുന്ന വയറുവേദന, നടുവേദന, മലബന്ധം എന്നിവ കുറയ്ക്കാനായിട്ട് നാട്ടുവൈദ്യത്തിൽ ഉപയോഗിക്കുന്ന ഒന്നാണ് ഉലുവ വെള്ളം. ഉലുവയിലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളാണ് ഇതിനെ സഹായിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യം തന്നെ ഉലുവ കുറച്ചെടുത്തിട്ട് തലേ ദിവസം രാത്രി കുതിരാനായിട്ട് വെള്ളത്തിൽ ഇട്ട് വെക്കുന്നുണ്ട്. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഉലുവ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പേസ്റ്റായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. ഇനി ഇത് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ഉലുവയുടെ മിക്സ് ചേർത്ത് കൊടുക്കുക. അരച്ചു കൊടുത്ത മിക്സ് പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു ഗ്ലാസോളം വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഉലുവ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങാപ്പാൽ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് കുറച്ച് ശർക്കരപ്പാനി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്ന ടൈമിൽ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കിത് ചെറുതായിട്ടൊന്ന് ചൂടാറി വരുന്ന ടൈമിൽ നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം. ഉലുവ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കും. പ്രമേഹമുള്ളവരൊക്കെ ഡോക്ടറോട് ചോദിച്ചതിന് ശേഷം മാത്രം വേണം ഇത് തയ്യാറാക്കി കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ ഗർഭിണികളൊക്കെ ഉലുവ അധികം കഴിക്കുന്നത് ഒഴിവാക്കണം. വയറുവേദന കഠിനമാണെങ്കിലോ അല്ലെങ്കിൽ ക്രമം തെറ്റിയുള്ള രക്തസ്രാവം ഉണ്ടെങ്കിലോ സ്വയം ചികിത്സിക്കാതെ പെട്ടെന്ന് തന്നെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടതിന് ശേഷം മാത്രമാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. വളരെ സിമ്പിളായിട്ടും ഉലുവ വെള്ളം തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. അതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്ന് ഞാൻ ഈ വീഡിയോയിലൊന്ന് പറയാം. 1 ടീസ്പൂൺ ഉലുവ 1 ഗ്ലാസ് വെള്ളത്തിൽ തലേ ദിവസം ഒന്ന് കുതിരാനായിട്ട് വെക്കുക. രാവിലെ ഈ വെള്ളം അരിച്ചെടുത്തിട്ട് ഉലുവ ചവച്ച് വേണമെങ്കിൽ കഴിക്കാം. ഇല്ല എങ്കിൽ വെറും വയറ്റിൽ ഈ വെള്ളം കുടിക്കുകയും ചെയ്യാം. ഇനി ഉലുവച്ചായ ഇഷ്ടപ്പെടുന്നവർക്ക് ഉലുവച്ചായ തയ്യാറാക്കിയിട്ടും കുടിക്കാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം. അതിനായിട്ട് 1 ടീസ്പൂൺ ഉലുവ ചീനച്ചട്ടിയിൽ ചെറുതായിട്ട് വറുത്തെടുക്കുക. എന്നിട്ട് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 5 മിനിറ്റ് തിളപ്പിച്ചെടുക്കുക. ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം ചൂടോടെ തന്നെ കുടിക്കാം. മധുരത്തിന് അല്പം തേന് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിൽ ഏത് രീതിയിലാണ് നിങ്ങൾ ഉലുവ തയ്യാറാക്കി കഴിക്കാറ് എന്നുള്ളത് കമൻ്റായിട്ട് അറിയിക്കുക. ഇന്നത്തെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബായ്.